ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണൂർക്കാർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞിപ്പത്തലാണ്. അണപ്പത്തലെന്നും പറയും, കക്കറോട്ടി എന്നും പറയും. നമ്മുടെ കുഞ്ഞിപ്പത്തൽ ബീഫിനെ കൊണ്ടുണ്ടാക്കും, ചിക്കനെ കൊണ്ടുണ്ടാക്കും. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബീഫിനെ കൊണ്ടാണ്. ബീഫിനെ കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കണ്ണൂർ ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ കുഞ്ഞിപ്പത്തലാണ്. നിങ്ങൾ കാണുന്നില്ലേ, നല്ല സോഫ്റ്റാണ്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് പച്ചരി ഞാൻ അരമണിക്കൂർ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ നേരത്തെ കഴുകി പുതിർത്തി വെച്ച പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ട്രിപ്പിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടി ആഡ് ചെയ്ത് ഒരു മീഡിയം സൈസ് ഇഞ്ചി സ്ലൈസായി കട്ട് ചെയ്ത് ഒരു ഹാഫ് ഉള്ളി, ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടായിട്ടില്ല, ഞാൻ വലിയ ഉള്ളി കട്ട് ചെയ്തത് എടുത്തത്. കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂണ് പെരുംജീരകവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ല തിക്കായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പത്തിൽ പൊടിയില്ലേ, ഞാൻ 3 ഗ്ലാസ് പത്തിൽ പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 3 ഗ്ലാസ് പത്തിലിൻ്റെ പൊടിയും കൂടി ഇട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക. നമുക്ക് വെള്ളം ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിൻ്റെ അരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി തട്ടെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇല വെച്ചിട്ട് ഇലയിൽ കുറച്ച് ഓയിലും കൂടിയും തടവിയിട്ട് നമുക്ക് ഈ കുഞ്ഞിപ്പത്തിൽ കുഞ്ഞായിട്ട് പരത്തിയെടുക്കുക. കുഞ്ഞായിട്ട് പരത്തിയെടുക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ഒരു കുത്തും കൂടി ഇട്ട് കൊടുക്കണേ. നമ്മുടെ വിരൽ വെച്ചിട്ട് ഒരു പ്രസ് ചെയ്ത് കൊടുക്കുക. 2-3 ആൾ കൂടിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീരും. നമ്മൾ 2-3 ആൾ കൂടിയിട്ട് ചെയ്തതാണ്. നമ്മുടെ കുഞ്ഞിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് മിക്സ് ചെയ്യേണ്ട ബീഫ് മസാല നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് അതിലേക്ക് ഞാനൊരു 6 ഉള്ളി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 4 തക്കാളിയും കൂടിയും ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉള്ളിയും തക്കാളിയൊന്നും അധികം വാട്ടിയെടുക്കുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ബീഫ് വേകുമ്പോഴത്തേക്ക് ഉള്ളിയും തക്കാളിയും നല്ലോണം വെന്തോളും. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂണ് ഇറച്ചി മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇറച്ചി മസാല ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഗരം മസാല ആഡ് ചെയ്യുന്നില്ല, ഞാൻ ഇറച്ചി മസാലയാണ് ഇട്ടിട്ടുള്ളത്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ അധികം വേവിച്ചെടുക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് വേകുമ്പോഴത്തേക്ക് ഉള്ളിയും തക്കാളിയും വേവും. ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച് ബീഫും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിപ്പത്തൽ നല്ലോണം മിക്സ് ആവാനും വേണ്ടിയിട്ട് നല്ല ഗ്രേവി വേണം. ഇനി നമുക്കിതൊന്ന് ഒരു 10 വിസിൽ വരെ ആക്കാം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല മൊഞ്ചുള്ള ബീഫ് കറിയാണ്. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞിപ്പത്തൽ എന്തായെന്ന് നോക്കിയാലോ. നമ്മുടെ സ്വന്തം കുഞ്ഞിപ്പത്തൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുള്ള കുഞ്ഞിപ്പത്തലാണ്. നിങ്ങൾ കാണുന്നില്ലേ, നല്ല മൊഞ്ചുള്ള നമ്മൾ സ്വന്തം കണ്ണൂർ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തലാണ്. ഇനി ഇത് നമുക്ക് ചൂട് പോയതിന് ശേഷം ഓരോന്നായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു അടികട്ടിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓരോന്നായിട്ട് ഞാൻ ഇടുന്നുണ്ട്. ചൂട് പോകണം കേട്ടോ. ഇത് ഫുള്ളും ചൂട് പോയിട്ടൊന്നുമില്ല,
തിരക്കായതുകൊണ്ട് വേഗമാക്കിയതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബീഫ് കറിയും കൂടി ഒഴിച്ചാലുണ്ടല്ലോ എൻ്റെ സാറേ, ചുറ്റുമുള്ളതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അടിപൊളി ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും നമ്മുടെ കുഞ്ഞിപ്പത്തിൽ. ഞാനിവിടെ കറി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞിപ്പത്തിൽ വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ വീണ്ടും കറി ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കും. സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിലാണ്. കറി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. നിങ്ങൾക്ക് തോന്നില്ലേ കാണുമ്പോൾ തന്നെ കഴിക്കാൻ പറ്റുന്നേ? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് ഇത്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ എല്ലാ കുഞ്ഞിപ്പത്തലും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇത് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിയെല്ലാം കുഞ്ഞിപ്പത്തിൽ നല്ലവണ്ണം മിക്സ് ആവാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മൊഞ്ചൻ കുഞ്ഞിപ്പത്തലായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ച് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ അണപ്പത്തൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഓൾ എന്നും കൂടി പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.